സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് 1949 ഞാൻ ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ കഴിഞ്ഞിട്ട് 5 വർഷമേ ആയുള്ളൂ. അന്നത്തെ മാതാപിതാക്കൾ പറഞ്ഞാൽ എൻ്റെ അമ്മ മരിച്ചിട്ട് 32 വർഷത്തോളമായി. അപ്പോൾ 92 വയസ്സ് വരെ ജീവിച്ചിരുന്നു. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന അപ്പൻ്റെ അമ്മയുടെയും അവരുടെ ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് താരതമ്യം ചെയ്യാനേ പറ്റില്ല. കാരണം അവർക്കെല്ലാം ദൈവമായിരുന്നു. അവരുടെ ചിന്തകൾ മുഴുവൻ ഈശോയായിരുന്നു. പ്രകൃതിയോട് മല്ലിട്ട് ജീവിച്ച കർഷക കുടുംബമായിരുന്നുകൊണ്ട് എപ്പോഴും കാർഷിക രംഗത്തെ പ്രതിസന്ധികളായിരുന്നു അവരുടെ പ്രതിസന്ധികൾ. അല്ല, അവർക്കാർക്കും മറ്റേ രംഗത്തെ ഉത്കണ്ഠയോ നിരാശയോ ഇന്നത്തെ പോലുള്ള ഡിപ്രഷനോ ആത്മഹത്യയോ ഒന്നും അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ച് അവരുടെ മക്കളെ വളർത്തിയെടുക്കണം. മക്കൾ, ഞാൻ 8ാമത്തെ ആളാണ്. അപ്പോൾ കൂടുതൽ മക്കളുണ്ട്, അവരെ കൊണ്ട് പരിപാലിച്ചെടുക്കണം എന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് ഈ സഭയോട് പള്ളിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. മാതാപിതാക്കൾക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ മക്കൾക്ക് അതിനെ 10 ഇരട്ടി പ്രാധാന്യം അവർക്ക് ഹൃദയത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ വാസ്തവത്തിൽ നിൽക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ണീസോ പിറവി എന്ന് പറയുമ്പോൾ അമ്മ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒരുക്കമായിരുന്നു. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഓർമ്മ അന്ന് ഈ വീടുകളിലൊക്കെ രാത്രിയിൽ പോകുന്ന കരോളിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ പണം കളക്ട് ചെയ്യാനുള്ള ലക്ഷ്യമായിരുന്നില്ല. അപ്പോൾ ഉണ്ണീസോയെ കയ്യിൽ ഏന്തിയിട്ട് വീടുകളിൽ കയറി നല്ല മനോഹരമായ പാട്ടും പാടി. ഞാനിപ്പോൾ ഓർക്കാണ്, അതായത് ഉണ്ണി പിറന്നു ബേത്ലഹേമിലെ പാട്ട് ഇപ്പോഴും പാടുന്നുണ്ടല്ലോ, അതന്നും ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേ കാലം കനി ചൂടി എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞങ്ങൾ പിള്ളേരെല്ലാവരെയും കൂടി വിചാരിച്ച് സംഘടിപ്പിച്ച്, കുറച്ച് മുതിർന്നവരും കാണും, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒന്നിച്ച് ഇങ്ങനെ എല്ലാ വീടുകളും കയറി ഇറങ്ങാം. അപ്പോൾ രാത്രി ലേറ്റാകുന്നൊന്നും അന്നൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഇന്നത്തേതുപോലെ ഏതെങ്കിലും തരത്തിൽ അധാർമികമായിട്ടുള്ള ചിന്തകളോ ആ തരത്തിലുള്ള ഡീലിങ്ങുകളോ ഒന്നും പിള്ളേരുടെ ഒന്നും മനസ്സിലോ ചിന്തകളിലോ ചെറുപ്പക്കാരിൽ പോലും ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ സംഭവമായിരുന്നു. അതായത് ഈ അതിനുവേണ്ടി കാത്തിരിക്കും. അതായത് കരോളിന് പോകാൻ. അപ്പം ഞാൻ അന്ന് തീരെ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മച്ചി എപ്പോഴും പള്ളിയിൽ പോകാൻ വെള്ളവസ്ത്രയെ ധരിപ്പിക്കുമായിരുന്നു. ഇന്നത്തേതുപോലെ അല്ലല്ലോ. ഇന്ന് നമുക്ക് പിള്ളേർക്ക് മണിക്കൂറുകൾ വിട്ട് മാറാനുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ച് ഒന്നിൻ്റെയും കുറവില്ല. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ 2 വസ്ത്രങ്ങളേ ഉള്ളൂ. 2 നിക്കറും ഉടുപ്പുമാണ് കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നീളമുള്ള പാൻസും അത് വെള്ള, എൻ്റെ അമ്മ പള്ളിയിൽ പോകാനായിട്ട് വെള്ള പാൻസും വെള്ള ഷർട്ടും മാത്രമേ നമുക്ക് അന്ന് തരുമായിരുന്നു. ഒന്ന് പാൻസ് എന്ന് പറയാൻ മാത്രമില്ല. എന്തായാലും ശരി, ആ തീരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിചാരിച്ചൻ എന്നെ സെലക്ട് ചെയ്യും ഉണ്ണീശോയെ പിടിക്കാനായിട്ട്. ചിലപ്പോൾ അമ്മ തന്നെ അച്ഛന് തോന്നിക്കണം ഒരു അച്ഛനായേക്കാവുന്ന അത്രയുള്ള ഒരു ആയിരുന്നിരിക്കാം. അവിടെ ഈ ഉണ്ണീശോയെ കൈപ്പിടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ തീഷ്ണതയും വലിയ താല്പര്യവും ഞാനിപ്പോൾ ഓർക്കാം. ആ ഉണ്ണീശോ കൈ പിടിച്ചുകൊണ്ട് ആളുകളെല്ലാം അങ്ങ് പോകുന്നു. ഞാനതിൻ്റെ നടുക്കൂടെ ഒരു അച്ഛൻ പോകുന്ന പോലെ ആ മട്ടിൽ ഉണ്ണീശോയെ ഉണ്ടെങ്കിൽ റിയൽ ഈശോ എൻ്റെ കയ്യിലിരിക്കുന്നത് പോലെയുള്ള അനുഭവത്തിൽ ഇങ്ങനെ വീടുകൾ കയറി ലേറ്റ് ഇൻ ദ നൈറ്റ് അത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു. അപ്പോൾ എല്ലാ വീടിൻ്റെയും മുറ്റത്ത് പോയി ഏറെ സമയം മനോഹരമായ പാട്ടുകൾ പാടും. ഇന്നത്തെ പോലെയുള്ള ടെക്നോളജി ഒന്നും ഇല്ലാത്ത ഘട്ടങ്ങളിൽ പോലും അന്ന് രാത്രിയിലൊക്കെ ആണെങ്കിൽ ഈ വലിയ നമുക്ക് ഇന്നത്തെ പോലെ കറണ്ട് സൗകര്യമോ അധികമൊന്നും ഇല്ല. അപ്പം മറ്റ് തരത്തിലുള്ള വെട്ടവും വെളിച്ചവും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് തിരികെ ഭയങ്കര തൃപ്തിയാണ്, വലിയൊരു സന്തോഷം. ആ ഉണ്ണീശോയെ കൊണ്ടു നടന്നു എന്നുള്ളതിൻ്റെ ഒരു ആനന്ദം, അത് പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ പോയവരൊക്കെ കൂടെ ഒന്നിച്ചു കൂടുമ്പോഴത്തേക്കും ഭയങ്കര ആനന്ദമായിരുന്നു. അപ്പം അതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് അവിടെ പണം കളക്ട് ചെയ്യാന്നുള്ളൊരു ഇടപാടേ ഒന്നുമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് കാശെന്നാ കിട്ടിയെന്നൊരു ചിന്തയേ ഇല്ല, അങ്ങനെ ഒരു ഇടപാടുമില്ല. ഇത് വല്ലവരും വല്ല നേർച്ചയായിട്ടെങ്കിൽ ഒരു പെട്ടി ഇങ്ങനെ കൊണ്ടുപോകുക, പെട്ടിക്കകത്തൊരു പൂട്ടിയ പെട്ടിയായിരിക്കും, അതിനകത്ത് ഇട്ടും എന്നുള്ളതല്ലാതെ ആളുകൾ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഏറ്റവും വലിയ സംഗതി, അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഉണ്ണീശോ ആയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് അതാണ്. ഇന്ന് ആഘോഷങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഉണ്ണീശോ ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഇന്ന് വളരെ വലിയ രീതിയിൽ ടെക്നോളജിക്കലി AI ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വളരെ ടെക്നിക്കലായിട്ടും ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ TV നോക്കുമ്പോൾ തന്നെയും എന്തെല്ലാം തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങളാണ് ഈ പറയുന്ന മനോഹരമായ ക്രിസ്മസ് കരോൾ ഗാനങ്ങളൊക്കെ ഇന്ന് വളരെ ഭംഗിയായിട്ടൊക്കെ ഉണ്ടെങ്കിലും അന്നുണ്ടായിരുന്നതായിട്ടുള്ള ഒരു ആത്മീയത എന്ന് പറയുന്നത്, ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഹൃദയബന്ധം എന്ന് പറയുന്നത് അത് ഇന്നുണ്ടോ? വാസ്തവത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അത് വന്നത് അമ്മയിൽ നിന്നാണ്, അപ്പനിൽ നിന്നുമാണ്.
പ്രത്യേകിച്ച് അമ്മയിൽ നിന്നാണ് കൂടുതലായിട്ട് വന്നത്. അമ്മയെ അതിനായിട്ട് ഒരുക്കി വിടുകയും അതിനുശേഷം അതിനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒക്കെ ചോദിക്കുകയും എവിടെയൊക്കെ പോയി എന്ന് അന്വേഷിക്കുകയും അതുകൊണ്ട് വലിയ സംഭവമായിട്ടായിരുന്നു അന്ന് കരുതിയിരുന്നു. അപ്പം അതിനകത്ത് ഒരു ഇൻഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് പിന്നീട് വന്ന ഘട്ടങ്ങളിലൊക്കെ ആ കരോളിനെയൊക്കെ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് മിസ്യൂസ് ചെയ്യാനിടയായി എന്നുള്ളത്. ആ നൈറ്റിൽ പ്രത്യേകിച്ച് പോകുമ്പോൾ അത് മിസ്യൂസ് ചെയ്യുമ്പം സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലും മറ്റ് കത്തോലിക്ക അതിരൂപതകളിലൊക്കെ ഇങ്ങനെയൊക്കെ അത് നിരുത്സാഹപ്പെടുത്താനായിട്ട് ഇടയായി. അപ്പോൾ ഒരു കാര്യം അതാണ്, കരോളിൻ്റെ ആവിഷ്കാരത്തിൽ ഉണ്ടായിരുന്ന ജെനുവിൻനെസ്, അതിനകത്തുണ്ടായിരുന്ന ഒരു ആധ്യാത്മിക ഒരു വലിയ ആത്മീയ സ്പർശനം, അത് തലമുറകളെ ബാധിക്കുന്നതും സ്വാധീനിക്കും. പിന്നെ അതിൻ്റെ ഗാനങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. ഇന്നിപ്പോൾ ഞാനത് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും അത് കുറവുണ്ടതായിട്ട് പറഞ്ഞ് ഞാൻ ആത്മശോധനയ്ക്ക് വേണ്ടി പറയുകയാണ്. അതിൻ്റെ മർമ്മമായിട്ടുള്ള കാര്യം ഇതായിരുന്നത്, നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഇടയാവരുത്. വി മസ്റ്റ് പ്രൊക്ലെയിം ജീസസ്. ഈശോയെ പ്രഘോഷിക്കണം. അത് എല്ലാ തലങ്ങളിലും പ്രഘോഷിക്കപ്പെടണം. കാരണം ഈശോയിലുള്ള ആനന്ദം പ്രകടമാകണം. ഉണ്ണി പിറന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞ് മാലാഖമാരെന്ന് പാടിയപ്പോൾ ആ കൂടെ ആട്ടിടയന്മാർ ചേർന്നതുപോലെ തന്നെ ആ ആനന്ദത്തിൽ പങ്കുചേരുന്നൊരു അനുഭവം. അത് ജീവിതത്തിൻ്റെ ഒരു നിസ്സാര കാര്യമൊന്നുമല്ല, അത് കൃത്രിമവുമല്ല, അത് റിയലാണ്. നമ്മുടെ ഹൃദയത്തെ ഈശോ സ്പർശിച്ചു എന്ന് പറയുമ്പോൾ അത് റിയൽ അനുഭവമാണ്. അത് എല്ലാവർക്കും അത് ഉണ്ടാകേണ്ട രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് പോകാമെങ്കിൽ ഈ കരോളിൻ്റെ ശുശ്രൂഷയൊക്കെ വളരെ നന്നാണ്. പക്ഷേ അതിന് ട്രെയിനിങ് കൂടെ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചും ഇന്ന് ഫുൾ ടൈം ഈ പിന്നെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുട്ടികളുടെ മനസ്സിലൊക്കെ ഈശോ എന്ന് പറയുമ്പോൾ എന്ത് വികാരമാണ് ഉണ്ടാകുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഹൃദയത്തിൽ സ്പർശിക്കുന്ന ദൈവാവിഷ്കാരം, ദൈവാനുഭവം എന്ന് പറയുന്നത് അത് അന്ന് അമ്മയിൽ നിന്നൊക്കെ കിട്ടിയിരുന്നതാണ്. പിന്നത്തെ അമ്മമാർ ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും ശരി, അത് അതിൻ്റെ മർമ്മം ഇതായിരിക്കട്ടെ. അതാണ് ഒരു വർഷത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണല്ലോ ഇത്. ഒന്നാമത്തെ സംഗതി ഇതാ. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ആ ദിവസങ്ങളെല്ലാം ഭയങ്കര സന്തോഷം, ഓടിച്ചാടി നടക്കുക. എന്നാ പുൽക്കൂടുണ്ടാക്കണം. അത് ഇന്നത്തെ പോലെ നമുക്ക് ഈ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഒന്നുമല്ല. ഇന്നിപ്പോൾ എന്നാ ചെയ്യുന്നത്, പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കില്ല വിൽക്കാൻ, അത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് വെക്കുന്നു. ആർക്കും അതിനകത്തൊരു കട്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല. പപ്പായോട് പറഞ്ഞ് പുൽക്കൂട് മേടിച്ചുകൊണ്ട് വരണം, പുൽക്കൂട് മേടിച്ചുകൊണ്ട് വയ്ക്കണം. അന്നങ്ങനെ ആയിരുന്നില്ല. അത് ഈ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ആ പള്ളിയിലാണോ അങ്ങനെ തന്നെയാണ്. അപ്പം അതിന് വേണ്ടി എന്തെല്ലാം ഉണ്ടാക്കാൻ പോകണം. അന്ന് നമുക്ക് ഇതുപോലെയുള്ള വലിയ കറണ്ട് സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്ന ഘട്ടങ്ങളിൽ അതിനകത്തൊക്കെ നക്ഷത്രമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തച്ചു പണിയാണ്. അതിനകത്ത് പപ്പ അല്ലെങ്കിൽ അമ്മയും അപ്പനും കൂടെ അതിൻ്റെ കാശ് തരും. അതായത് മേടിക്കാൻ, കടലാസ് മേടിക്കാൻ. പിന്നെ അത് നക്ഷത്രം പോലെ ഉണ്ടാകാനുള്ള അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി തരും. പിന്നെ അതൊക്കെ ഒട്ടിക്കുന്നൊക്കെ ഒരു വലിയ പരിപാടിയാണ്. അതിനകത്ത് തന്നെ വാസ്തവത്തിൽ വീട്ടിൽ വെക്കുന്ന, വീട്ടിൽ വെക്കാൻ കറണ്ടില്ലല്ലോ. കറണ്ടൊക്കെ തീരുന്ന വാസ്തവത്തിൽ തിരി കത്തിച്ച് വെക്കുകയായിരുന്നു പരിപാടി. എന്നാൽ അത് കെട്ടിത്തൂക്കുമായിരുന്നു. അവിടെ തന്നെ പുൽക്കൂടെന്ന് പറയുന്നത് അതൊരു വലിയ ഭയങ്കര പരിശ്രമമായിരുന്നു. 1, 2, 3 ദിവസങ്ങൾ ദീർഘിക്കുന്ന ഒരിടപാടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, നിൻ്റെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയോ, അങ്ങനെ എങ്ങനെയുണ്ട് നിൻ്റെ പുൽക്കൂട് നമുക്ക് കാണാൻ പോകുമായിരുന്നു. അപ്പം അങ്ങനെ ആ പുൽക്കൂട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷകരമായൊരു കാര്യം. ഉണ്ണി പിറക്കാനുള്ള വേദി അത് വാസ്തവത്തിൽ നമ്മളൊരു ഭാവനയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷത്തിൻ്റെ ഒരു അനുഷ്ഠാനമായിട്ടായിരുന്നില്ല അന്ന് കണ്ടിരുന്നത്. അത് കുഞ്ഞുങ്ങൾ അന്ന് ചിന്തിക്കുക റിയലായിട്ട് ഉണ്ണീശോ പിറക്കാം ആ വിധത്തിലാണ്. അപ്പോൾ ഉണ്ണീശോയ്ക്ക് പിറക്കാൻ പറ്റുന്ന തരത്തിലൊരു ഒരു പ്രതലം ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി പുല്ലിന് പെങ്ങന്മാർ അല്ലെങ്കിൽ ചേച്ചിമാർ അല്ലെങ്കിൽ സഹോദരിമാർ അതിന് വേണ്ട ഈ കമ്പും കോലും ഒക്കെ പെറുക്കിയെടുക്കാൻ പോകും. അതിന് ശേഷം ചേട്ടൻ ചിലപ്പം സഹായിച്ചെന്ന് വരും, ചിലപ്പോൾ പപ്പ സഹായിച്ചെന്ന് വരും. സഹായിച്ചതിന് ശേഷമൊക്കെ പുൽക്കൂടിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രമകരമായ ഒരു ആശാരിപ്പണി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കിയൊക്കെ വെക്കുന്നത് അന്നത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതിലൂടെയൊക്കെ അന്ന് സംഭവിച്ചത് എന്താണ്? അന്ന് സംഭവിച്ചത് നമ്മുടെ ഹൃദയത്തിലേക്ക് അതങ്ങ് പതിയുക. അതായത് ഇന്നത്തേതുപോലെ ഒരു കാഴ്ച വസ്തു കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ കണ്ട് നടന്ന് ഇഷ്ടം പോലെ കാര്യങ്ങൾ കണ്ടു പോകുന്ന പോലെ ആയിരുന്നില്ല. ദിസ് വാസ് സംതിങ് വെരി ക്രിയേറ്റീവ്. അത് അന്നത്തെ പ്രകൃതത്തിലും അന്നത്തെ അൺഎറ്റിക്കേറ്റഡായിട്ടുള്ള സാഹചര്യങ്ങളിലും ഒക്കെ മർമ്മം അതിൻ്റെ അകത്ത് ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഇന്ന് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നമുക്കിതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ വാങ്ങിക്കാതെ തന്നെ തന്നെത്താൻ ഉണ്ടാക്കുകയാണെങ്കിൽ, കുട്ടികളുള്ള വീടുകളാണെങ്കിൽ തന്നെക്കാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഭംഗിയുണ്ട്, അതിനകത്തൊരു ഫലമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ പുൽക്കൂടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ പുൽക്കൂടിനകത്തുള്ള സാധനങ്ങൾ മേടിക്കണോ, ഈ എന്തോരം നടപ്പോ, എവിടെയെല്ലാം പോകണമായിരുന്നു.
ഇന്നാണ് സെറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അന്ന് സെറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പപ്പ പറയുന്നത് എടാ അതിനകത്ത് ഇന്നതൊക്കെ വേണം, ആട് വേണം, അതിനകത്ത് ഒരു ചെറിയ പിന്നെ ഒരു ഒരു ഉണ്ണി പറക്കുന്നിടത്ത് പശുക്കിടാവ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ. അതൊക്കെ മേടിക്കാനായിട്ട് കടകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പം എല്ലായിടത്തും ഒന്നും കിട്ടത്തൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം അതൊക്കെ വാങ്ങിച്ചെല്ലാം കൊണ്ടതിന് ശേഷം പിന്നെ അമ്മ വേണം, യൗസപിതാവ് വേണം, അതുപോലെ കിടക്കാൻ മേഞ്ചർ വേണം, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയാൻ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു വലിയ തൃപ്തിയാണ്. വസ്തും പറയാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ ആർട്ടിസ്റ്റിക് കഴിവ് വളർന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നതിലൂടെ തന്നെ അവർക്ക് ക്രിയേറ്റിവിറ്റി വളരാനിടയാവുകയും അവരുടെ കൺസ്ട്രക്റ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത കാര്യം അവരറിഞ്ഞില്ല. അവരറിയാതെ തന്നെ അത് നിസ്സാര കാര്യമൊന്നുമില്ല ഇത്. ഇന്നിപ്പോൾ എന്നാ കുഞ്ഞുങ്ങളൊന്നും അറിയണ്ട, അവർ കാണുന്നതല്ലേ ഉള്ളൂ. ഇപ്പം പപ്പ കൊണ്ട് മേടിച്ചുകൊണ്ട് വെക്കും, പുൽക്കൂട് കൊണ്ട് മേടിച്ചുകൊണ്ട് വെക്കും, അവിടെ കൊണ്ട് കറണ്ട് വെട്ടം ഉണ്ടാക്കുന്നതല്ലാതെ അതിനകത്തൊന്നും ഹൃദയത്തെ സ്പർശിക്കുന്നതായ ഒരു അനുഭവമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് എന്ത് വേണം, ഇന്നത്തെ കുഴപ്പമെന്നല്ല പറയുന്നത്, ഇന്നത്തെ സംവിധാനങ്ങൾക്കുള്ളിൽ ഈശോ ജനിക്കണം, ആ ഹൃദയത്തിൽ ഈശോ സ്പർശിക്കണം, അതിന് വാസ്തവത്തിൽ ഫോർമേഷൻ കൊടുക്കാൻ പറ്റണം. മാതാപിതാക്കൾക്കും ആ ചിന്ത വേണം. അവിടെ ചുമ്മാ ഓരോ ക്രിസ്മസ് ആരംഭിക്കുമ്പോൾ തന്നെ നക്ഷത്രം തൂക്കിയിട്ടാൽ മാത്രം പോരാ. ആ നക്ഷത്രം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, എന്തുകൊണ്ടാണ് ഈ നക്ഷത്രം ക്രിസ്മസിന് ഇങ്ങനെ ഉയർത്തുന്നത്, ഒരുപാട് ബിബ്ലിക്കൽ അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. അതാരാ പഠിപ്പിക്കുന്നത്? ഇപ്പം അന്ന് ആരും ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും അത് അറിയാമായിരുന്നു. അതാ മജ്ജായും, അതായത് 3 രാജാക്കന്മാർ അവർ പോകുന്ന വഴിക്ക് അവർ കണ്ട നക്ഷത്രമാണെന്ന് കുഞ്ഞുങ്ങൾക്കറിയാം. അതിൽ കൂടുതൽ ഒന്നും അറിയത്തില്ല. ഇന്ന് സംബന്ധിച്ച് നമ്മുടെ ആളുകൾ കൂടുതൽ അറിയാം അതെന്താണ് ആ നക്ഷത്രം. അന്ന് ബാലാമിൻ്റെയും ബാലാക്കിൻ്റെയും ആ ചരിത്രത്തിൽ സംഗീത പുസ്തകത്തിന് 22-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവിടെ നിന്നൊരു നക്ഷത്രം ഉദിക്കും. എന്താണ് ശക്തമായ ഒരു പ്രവചനമായിരുന്നു ഇത്. അവിടെ ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ പ്രവചിച്ച നക്ഷത്രം തന്നെ, അതായത് ഈ മാനവലോകത്തിൻ്റെ രക്ഷയ്ക്കായി, രക്ഷയുടെ അടയാളമായി ഉണ്ണീശോ പിറക്കുമ്പോൾ ഒരു നക്ഷത്രം ഉദിക്കുമുള്ള പ്രവചനം പണ്ടേ ഉണ്ടായിട്ടുള്ളതാണ്. ആ നക്ഷത്രമാണ് അന്ന് രാജാക്കന്മാർ കണ്ടത്. ആ നക്ഷത്രമാണ് അവരെ വഴി നടത്തിയത്. ആ നക്ഷത്രമാണ് ഹെറോദോസിൻ്റെ അവിടെ ചെന്ന് അതങ്ങ് നിന്നുപോയത്. പിന്നീട് അവർ ഇറങ്ങി വന്നപ്പോൾ വീണ്ടും വന്നു. കാരണം ആ നക്ഷത്രത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. അത് നമ്മൾ പറഞ്ഞ് ഇന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അന്ന് മൊവാബിലെ രാജാവ് ബാലാക്ക് ഈ ജനത്തെ ശപിക്കാൻ വേണ്ടി ഈ ബാലാം എന്ന മന്ത്രവാദിയെ വിളിച്ചു വരുത്തി ശാപത്തിന് വേണ്ടിയിട്ട് വെരുവേരി ഒരുക്കിയതിന് ശേഷം ശപിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിൻ്റെ അധരങ്ങൾ പുറപ്പെട്ടത്, കർത്താവ് അനുഗ്രഹിക്കുന്നതിനെ ഞാനെങ്ങനെ ശപിക്കും, കർത്താവ് ശപിക്കാത്തവനെ ഞാനെങ്ങനെ ശപിക്കും ചോദിച്ചുകൊണ്ട് അത് ഇസ്രായേലിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രവചനമാണ് നടന്നത്. അപ്പോൾ അദ്ദേഹം അറിയാൻ ചെയ്തത് അദ്ദേഹം ദുർമന്ത്രവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, അതായത് തിന്മയുടെ അധരങ്ങളിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുന്നുള്ള ഒന്നാമത്തെ ഉദാഹരണമാണത്. ആ നക്ഷത്രമാണ് ഇവിടെ ഈ ഇടയന്മാർ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അന്ന് നക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടിത്തൂക്കുമ്പോൾ കൊച്ചിനതൊരു വലിയൊരു കാര്യമാണ്. അതെന്ന് ഞാൻ കടലാസ് കത്തിപ്പോകാതിരിക്കാനും എല്ലാ ദിവസവും മണിക്കൂർ വെച്ചെങ്കിൽ നോക്കുവാൻ ഇതുപോലും കത്തിയോ വല്ലതും ചെയ്തോ അത് ചിലപ്പോൾ തിരി ഊതി വെച്ചേച്ച് പോകും, നേരം വെളുക്കുമ്പോൾ കത്തിപ്പോകാതിരിക്കാൻ. അപ്പോൾ അത്ര വളരെ ശ്രദ്ധയോടുകൂടി ആ നക്ഷത്രത്തെ പരിപാലിച്ചത് കാര്യം പ്രത്യേകം ഓർക്കാം. അതെങ്ങാനും കെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഉടനെ നിലവിളിച്ചുകൊണ്ട് അപ്പൻ്റെ അടുത്തേക്ക് അപ്പൻ വീണ്ടും ഒട്ടിച്ചു തരികയൊക്കെ ചെയ്യുന്ന കാര്യം ഓർക്കുന്നുണ്ട്. അപ്പോൾ അപ്പന് താല്പര്യമുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഈ കാര്യങ്ങളിൽ. അവർക്ക് വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. ഇപ്പോൾ പുൽക്കൂടുണ്ടാക്കി, നക്ഷത്രമുണ്ടാക്കി. പിന്നെ അന്നത്തെ കാലഘട്ടം നമുക്കറിയാം ഭക്ഷണ ദൗർലഭ്യവും ദാരിദ്ര്യവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധി എന്താണ്? പട്ടിണിയായിരുന്നു. ചില പ്രദേശം, പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളൊക്കെ ഒരുപാട് കപ്പയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പട്ടിണി അത് അനുഭവപ്പെട്ടില്ല. പൊതുവിൽ പറഞ്ഞാൽ പട്ടിണിയുടെ കാലഘട്ടമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ദിവസം ആഘോഷമായ ദിനത്തിൽ ഉണ്ണി പിറക്കുമ്പോൾ അമ്മയ്ക്ക് പ്രത്യേക കരുതലുണ്ട്. എന്താണ്? ആ ദിവസം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, നല്ല ഒന്നാമത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കത്തക്ക രീതിയിൽ അന്നത്തെ ദിവസമൊക്കെ ഭംഗിയായിട്ട് ക്രമീകരിക്കുമ്പോൾ ആഘോഷം ഒരു അനുഭവമായിട്ട് മാറി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇന്ന് മുഴുവൻ എല്ലാ ദിവസവും ആഘോഷമല്ലേ, എല്ലാ ദിവസവും സുഭിക്ഷമായ ഭക്ഷണം. അതുകൊണ്ട് അതിൻ്റെതായ ഒരു യുണീക്ക്നെസ് ഒന്നും അനുഭവപ്പെടാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണി പിറന്നു എന്ന് പറയുമ്പോൾ അന്ന് ഉണ്ണി പിറന്നു ബേത്ലഹേമിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആ തുള്ളിച്ചാടുക, ഉണ്ണീശോ വരുന്നു എന്നുള്ള ഒരു തുള്ളിച്ചാട്ടമാണ് സംഭവിക്കുന്ന കുട്ടികളിൽ. അവിടെ എലിസബത്തിലെ അമ്മ എന്ന് കണ്ടപ്പോൾ എലിസബത്ത് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ ഞാനെടുത്ത് ഭാഗ്യവതി എന്ന് പറഞ്ഞിട്ട് നിന്നെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ പ്രതി കുതിച്ചു ചാടി എന്ന് പറഞ്ഞാൽ ആ കുതിച്ച് ചാട്ടം എന്ന് പറയുന്ന ആ ചാട്ടം തന്നെയായിരുന്നു ആ ഇളം തലമുറ ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാസ്തവം പറഞ്ഞാൽ ഇതൊക്കെ അക്ഷരാർത്ഥത്തിലൊന്നും അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ അത് ആ ഹൃദയത്തിൽ അനുഭവപ്പെട്ടു.
പിന്നീട് പഠിച്ചു വരുമ്പോഴാണ് ഇതൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു, എന്തൊരു ഭംഗിയായ രീതി അത് ആചരിച്ചിരുന്നത്. അത് എല്ലാ കുടുംബങ്ങളിലും ഒറ്റ കുടുംബം പോലും ഇങ്ങനെ അന്ന് പുൽക്കൂട് ഉണ്ടാക്കാത്തായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്നിട്ട് പുൽക്കൂട് കാണാൻ പോകും, ആ വീട്ടിലെ പുൽക്കൂട് കാണാൻ പോകും, ഈ വീട്ടിലെ പുൽക്കൂട് കാണാൻ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ആ ദിനങ്ങളിൽ മറ്റ് ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ഒന്നും എന്തുമാത്രം ഫെസിലിറ്റീസാണ് ഉള്ളത്. ഇനി ഒരു ഫെസിലിറ്റിയും വേണ്ട. യൂട്യൂബ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ 24 മണിക്കൂറും പിള്ളേരെ അറ്റൻഷൻ പിക്കപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസാണ് കിടക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് കരകളും പരിപാടികളൊക്കെ കാണും. പക്ഷെ അതൊക്കെ ഒത്തിരി ആർട്ടിഫിഷ്യലായിട്ട് പോകുന്നില്ലേ? അതിൻ്റെ ഉള്ളിൽ ആത്മാവ് ഇല്ലാതെ പോകുന്നില്ലേ? കർത്താവ് പറഞ്ഞ പോലെ അധരങ്ങൾ കൊണ്ട് ജനനെ ആരാധിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ അകന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അർത്ഥശൂന്യമായ ആത്മീയത ഇല്ലാത്ത ഒരു വലിയ ഒരാഘോഷ പരിപാടി നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞങ്ങ് പോയി. അത് കഴിയുമ്പോഴത്തെ എന്നാ മിച്ചം നിൽക്കുന്ന ഒന്നുമില്ല. അന്ന് മിച്ചമുണ്ട്, അന്ന് ആഘോഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഹൃദയത്തിൽ മിച്ചമുണ്ട്. ഉണ്ണി പറന്നു എന്നുള്ളൊരു അനുഭവമുണ്ട്. ആ പാട്ടിൻ്റെയൊക്കെ ഓർമ്മകൾ മനസ്സിൽ നിൽക്കുക. കാലം കനി ചൂടി എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഇപ്പം മറന്നുപോയി, അതിപ്പോൾ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. അതൊക്കെ ആ പാടിയ പാട്ടൊക്കെ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യാശയും പ്രതീക്ഷയും അറിയാതെ അവരെ സ്വാധീനിക്കുക. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ തലമുറ. തെറ്റുകളിൽ വീഴാതെയും തിന്മയിൽ വീഴാതെയും തിന്മയുടെ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടാതെയും ഒക്കെ നേർവഴിക്ക് ഞാൻ കടന്ന് വളർന്ന് പോരാൻ ഇടയായത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു അനുഷ്ഠാനപ്രദമായി ആഘോഷങ്ങൾ മാത്രമാക്കി ഈ ക്രിസ്മസ് ആചരണമൊക്കെ നടത്തിയാൽ മാത്രം പോരാ. അനുഷ്ഠാനങ്ങൾ വേണം, ആഘോഷങ്ങൾ വേണം. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രഥമമായ കാര്യം, പലപ്പോഴും പല ഇടവുകളിലും അതിന് മുന്നൊരുക്കമായിട്ടും നല്ല ഭംഗിയായിട്ട് യാമപ്രാർത്ഥനകൾ പറഞ്ഞ് ഒരുക്കുന്നുണ്ട്, വാർഷിക ധ്യാനം നടത്തി ഒരുക്കുന്നുണ്ട്, ഒരുപാട് കാര്യം അജമാലുകൾ ചെയ്യുന്നുണ്ട്. ആർക്കാ എന്നിട്ട് നേരം? ഇതൊന്നും അനുഷ്ഠിക്കാൻ ആർക്കാ നേരം? അന്ന് 25 നോമ്പ് പറഞ്ഞ നോമ്പാണ്. അത് അമ്മയെ നമ്മൾ കൃത്യം നോമ്പാണ്. അന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഭക്ഷണ രീതികളല്ലല്ലോ ഉള്ളത്. അവർ ചട്ടിയും കലവും ഇതൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അന്ന് നോമ്പ് കാലത്ത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേക ചട്ടിയും കലങ്ങളും ഒക്കെയായിരുന്നു അമ്മമാർ ഉപയോഗിച്ചിരുന്നത്. വാസ്തവത്തിൽ ബാക്കി അങ്ങ് മാറ്റി വെച്ചേക്കുക, മീൻ്റെ മണം പോലും ഒന്നും സമ്മതിക്കത്തില്ല. അത്തരത്തിലായിരുന്നു. എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിട്ടയില്ല അമ്മമാർ നിഷ്ഠയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൻ്റെ ഫലം മക്കളിൽ ഉണ്ടായി എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതാണ് വാസ്തവത്തിൽ അന്ന് ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ക്രിസ്മസ് ആഘോഷത്തിൽ അന്ന് ഇന്നത്തേതുപോലെ ഇന്ന് ആഘോഷം അടിച്ച് പൊളിച്ച് മുങ്ങും തീർക്കുകയല്ലേ. ഏറ്റവും കൂടുതൽ മദ്യം ചെലവഴിക്കുന്ന ദിനമായിട്ട് ക്രിസ്മസ് മാറിയില്ലേ? വാസ്തവത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുകയല്ലേ? ഓരോ ക്രിസ്മസ് വരുമ്പോഴത്തേക്കും ബിവറേജിൽ എന്തെങ്കിലും വിൽപ്പന നടന്നു, എവിടെയാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്, ടൗണിലെ വിൽപ്പന നടന്നത് നമ്മൾ അന്വേഷിക്കാം. ക്രിസ്ത്യൻസ് ഒന്നിച്ച് താമസിക്കുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മദ്യ വിൽപ്പന നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വിഷമമല്ലേ ഉണ്ടാകുന്നത്? ഇതാണോ ക്രിസ്മസ്? ഇതല്ലല്ലോ ക്രിസ്മസ്. ഇത് സന്തോഷം ആഘോഷിക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ അതിന് വീട് നോക്കാതെ, കുടുംബം നോക്കാതെ, മക്കളെ നോക്കാതെ, അമ്മയെ നോക്കാതെ, ഭാര്യയെ നോക്കാതെ ഒക്കെ ഉണ്ടാകുന്ന പണം മുഴുവൻ കള്ളുഷാപ്പിൽ കൊണ്ട് ചെലവഴിച്ചിട്ട് ആടിപ്പാടി കൂത്താടി ബോധമില്ലാതെ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ക്രിസ്മസ് ആഘോഷം പോകുന്നതെങ്കിൽ അതിന് ഒരു കംപ്ലീറ്റ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുകയില്ല. പക്ഷെ ആ വിധത്തിലേക്ക് പോകുന്നതിനെതിരായുള്ള ശബ്ദം ഉയരേണ്ടതാണ്. ആ ശബ്ദം ഉയരുമ്പോൾ കുറേയൊക്കെ നല്ല മാട്ടല തേങ്ങാമ്പലി ഇരിക്കുന്നവർ അപ്പുറത്തോട് ചാടാതിരിക്കും, അവരിപ്പുറത്തോട് തന്നെ നിൽക്കും. അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള പ്രബോധനങ്ങൾ കൊടുക്കുകയും വഴിനടത്തൽ ഉണ്ടാവുകയും അതിശക്തമായ രീതി ഉണ്ണി പിറക്കുന്ന ഒരുക്കമെന്ന് പറയുന്നത് നോമ്പ് നോക്കി ഒരുങ്ങുന്നതാണ്. അതിൻ്റെ ഫലം ആത്മീയമാണ്. ആ ഫലം എൻ്റെ വീട്ടിൽ നിൽക്കണം, എൻ്റെ മക്കളിൽ നിൽക്കണം എന്നുള്ള കൃത്യമായുള്ള അവബോധത്തോടു കൂടി അതാചരിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കില്ലേ ഏറ്റവും വലിയൊരു കാര്യം എന്ന കാര്യം ആത്മാർത്ഥം. ഞാൻ ആ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ആ കാലഘട്ടങ്ങളൊക്കെ ഓർക്കുമ്പോൾ മനസ്സ് കുളിരണിയുക. അത്തരത്തിലുള്ള ഒരു മാതൃത്വം, അത്തരത്തിലുള്ള ഒരു കുടുംബം, അത്തരത്തിലുള്ള ഒരു ആത്മീയ നിഷ്ഠയുള്ള ജീവിത ശൈലി അത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. ഇന്നുണ്ട് നമുക്ക് ഇങ്ങനെ ധാരാളം കുടുംബങ്ങൾ. അതുകൊണ്ടാണല്ലോ സഭ നിലനിൽക്കുന്നത്. ഇന്നും വളരെ ചിട്ടയോടെ കൃത്യമായിട്ട് ഈ കാര്യം അനുഷ്ഠിച്ച് പോകുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട്. അതിലുള്ള കുടുംബിനികൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള എണ്ണം വർദ്ധിപ്പിക്കണം. ഭൗതികതയുടെ താല്പര്യത്തിന് അധീനപ്പെട്ടു പോയി എല്ലാവരും അങ്ങനെയാണ്, എന്നാൽ പിന്നെ നമുക്കിങ്ങനെ ആകാൻ പാടില്ല എന്ന രീതിയിലേക്ക് വഴിവിട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്? ആത്മാർത്ഥം ചിന്തിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഞാൻ പച്ചയ്ക്കങ്ങ് പറയാണ്, ഈശോയെ ഉള്ളിൽ കൊടുക്കാഞ്ഞത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഈശോയെ ഉള്ളിൽ കൊടുത്തിരുന്നെങ്കിൽ, ഈശോയോടൊപ്പം വളർന്നുള്ള വഴി ഒരുക്കിയിരുന്നെങ്കിൽ, ഈശോയോടൊപ്പം ഒരു നോമ്പ് നോക്കിയിരുന്നെങ്കിൽ, ഈശോയോടൊപ്പം വലിയ നോമ്പിലേക്കും പ്രവേശിച്ചിരുന്നെങ്കിൽ, ഈശോയുടെ മകനാണ് മകളാണ് അവബോധം ഉള്ളിലുണ്ടെങ്കിൽ
ഒരു കൊച്ചു നട്ടുനിന്ന് പോകത്തില്ല, പോകാൻ ഈശോ അനുവദിക്കുകയില്ല. ഏത് കെണി ചെന്നാലും രക്ഷപ്പെടുത്തി കൊണ്ടുവരും. അല്ലാതെ ഈശോയെക്കുറിച്ച് ചിന്തയില്ലാതെ ഭൗതികത മാത്രമാക്കി പഠിത്തം അത് മാത്രം നോക്കിയിട്ട് CBSE സ്കൂളിൽ വിട്ട് മാർക്ക് മാത്രം അന്വേഷിച്ച് പള്ളിയിലും പോകാതെ നേരം വിളിക്കുമ്പോഴേ കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് നോമ്പുകാലത്ത് പോലും കുർബാനയെ പങ്കെടുപ്പിക്കാതെയൊക്കെ വെറും പഠനം മാത്രം കേന്ദ്രീകരിച്ച് ക്രിസ്മസ് പരീക്ഷയാണെന്ന് പറഞ്ഞ് അത് മാത്രം കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്ന കുട്ടികൾ പിന്നെ പ്രായമായി കഴിയുമ്പോൾ ക്രൈസിസ് വരും. അവരെങ്ങോട്ട് തിരിയും? നഷ്ടപ്പെട്ടു പോകാനുള്ള എല്ലാ വഴികളുമുണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും തിരിയും. ആകർഷകത്തോളത്തോട്ട് തിരിയും. ഈ കുഞ്ഞുങ്ങളങ്ങനെ തിരിയില്ല. അല്ലാതെ വളർത്തിയ കുഞ്ഞുങ്ങൾ തിരിയില്ല. അവർക്ക് അവിടെ ഉണ്ട്, അവരുടെ കൂടെ സമാധാനമുണ്ട്. ഈശോയാണ് സമാധാനം, അവൻ നമ്മുടെ സമാധാനമാണ്. അവിടെ നിൽക്കും അവരതുകൊണ്ട്. അവർ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് അകത്തിരിക്കുന്ന ഈശോ അവരെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും, പരീക്ഷ ചിലപ്പോൾ തോറ്റുപോയാലും ശരി അവർ തളർന്നു പോവില്ല, അവർ നിരാശപ്പെടുകയില്ല. ഈശോ കൂടെയുണ്ട്, നന്മയ്ക്കായിട്ടാണ് ഈ തോൽവി എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് അവരെ അടരാടുകയും അധ്വാനിക്കുകയും പിന്നീട് ഫലം ആർജിക്കുകയും ചെയ്യും. ഡിപ്രഷൻ അവരെ ബാധിക്കില്ല, നിരാശ ബാധിക്കില്ല. ഇന്ന് കാണുന്ന ചുറ്റുപാടുകളിൽ വാസ്തവത്തിൽ ചലഞ്ചിങ് ആയൊരു സിറ്റുവേഷനാണ് ഓരോ ക്രൈസ്തവ ഭവനത്തിനുള്ളത്. ഇന്ന് വരുന്ന ഈ ആത്മഹത്യാ പ്രവണതയ്ക്കെതിരായിട്ട്, ഇന്ന് വരുന്ന അതിഭയങ്കരമായ ക്രൂരതകൾക്കെതിരായിട്ട്, അപ്പനെ വെട്ടിക്കൊല്ലുന്ന മകൻ, അമ്മയെ വെട്ടിക്കൊല്ലുന്ന മകൻ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരുന്ന ക്രൂരത ഭയങ്കര നടമാടുന്നിടത്ത് ഉണ്ണിമിശിഹായുടെ ആ സാന്നിധ്യത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ അതിശക്തമായ സ്വാധീനം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായി പ്രകാശപൂരിതമാകാൻ, ആ നക്ഷത്രം അവിടെ വിരിയാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഷക്കേന TVക്കും വീണ്ടും ഞാൻ മംഗളാശംസ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.